ഞാൻ പുതിയ മുശാവറ അംഗത്തിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് രണ്ടാളെ പേരിൽ പറയുന്നു എന്നാണല്ലോ കംപ്ലൈൻറ്റ്. ഒന്ന് പേരോടാണ്, അത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ആരോപണം പറയുന്നു എന്നാണ്. നമ്മൾ പഴയ കാലത്ത് ആദർശ മുന്നേറ്റം തുടങ്ങിയപ്പോൾ എന്നും പറഞ്ഞിരുന്നൊരു വാക്കായിരുന്നു ഹിജറ 824 തെർബിയത്ത് മുറിഞ്ഞു, ഔലിയാക്കന്മാരൊക്കെ മുറിഞ്ഞുപോയി എന്ന് പൊന്മള പറഞ്ഞു കുടുങ്ങി. നമ്മളതെല്ലാ സ്ഥലത്തും ഒന്ന് കാണിച്ചു, അതിൻ്റെ തെളിവ് പറഞ്ഞു. ആ വിഷയം ഇവിടെ ഇപ്പോൾ 824 എന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. ആ കോലത്തിൽ അതെത്തി. ഇതിപ്പോൾ കുന്നമംഗലം പരിപാടിയിൽ പങ്കെടുത്ത ആ ചങ്ങാതിണ്ടല്ലോ മുശാവറാംഗം, അയാളിപ്പോൾ ഇന്നലെ വന്നിട്ട് അതിൽ പറയുന്നത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അതിൻ്റെ പേരിൽ ആരോപിക്കാൻ പറ്റില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞത് കിതാബിലുള്ളതാണ്. കിതാബിലുള്ളത് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ പേരിൽ അയാളെ ആക്ഷേപിക്കാൻ പാടില്ല. കിതാബിലുള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ ആക്ഷേപിക്കൂല, പക്ഷെ ഉള്ളതുപോലെ പറയണം. അതിൽ കരിഞ്ചന്ത നടത്തിയാലോ ആരോപിക്കുന്നു മാത്രമല്ല, നേർക്ക് നേരെ ചർച്ചയ്ക്ക് വരെ ഞങ്ങൾ വിളിക്കുക. അയാളെ വിടോ? അപ്പൊ അദ്ദേഹം ഒന്ന് പറയട്ടെ, വെച്ചോടുന്നു, പിന്നീട് സംസാരിക്കാം. ഏതായിരുന്നാലും ഹിജറ 824 ശേഷം തെർബിയത്തിൻ്റെ ശൈഖ്മാരില്ല എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് എടുത്ത് ഉസ്താദിനെ നിശിതമായി വിമർശിക്കുകയാണ്. സത്യത്തിൽ ഉസ്താദ് ഇവിടെ നാക്കിൽ മാത്രമാണ്. പൊന്മള ഉസ്താദ് സ്വന്തത്തിലൊരു അഭിപ്രായം പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ടവർ നാക്കിലാണ്. നാക്കിലിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു വിഷയം നക്കല് ചെയ്തു കഴിഞ്ഞാൽ ആ നക്കല് ചെയ്ത വിഷയം ആരെത്തൊട്ടാണോ നക്കല് ചെയ്തത് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ ആ നക്കല് ചെയ്ത ആളെ ക്രോസ് ചെയ്യേണ്ട ആവശ്യം ആർക്കുമില്ല. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഒരിക്കലും അത് സ്വന്തമായി പറഞ്ഞതല്ല. അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് പറഞ്ഞതാ. ബഹുമാനപ്പെട്ടവർ മഹാനവറുകൾ പറഞ്ഞതാ. അപ്പോ 824 മശായിഖിന്റെ തെർബിയത്ത് മുറിഞ്ഞു, അല്ലെങ്കിൽ മശായിഖ് പിന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതല്ല. അദ്ദേഹം നാക്കിൽ മാത്രമാണ് എന്നാണ്. നാക്കിൽ എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ച ആൾ, നഖ്ല് ചെയ്ത ആൾ. അഹ്മദ് സറൂഖ് തങ്ങളുടെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു പറഞ്ഞതാണ് പൊന്മള. അതുകൊണ്ട് തന്നെ ഉദ്ധരിക്കപ്പെട്ടാൽ പിന്നെ ആ കിതാബ് നോക്കിയാൽ മതി, ഉദ്ധരിച്ച ആളെ പറയണ്ട. ആ പറഞ്ഞൊക്കെ ശരിയാണ്. ഒരു കാര്യം നമ്മൾ ഉദ്ധരിച്ചാൽ ആ കിതാബിൽ അതുണ്ടെങ്കിൽ പിന്നെ ഉദ്ധരിച്ച ആളെ പറയേണ്ടതൊന്നുമില്ല. പക്ഷേ പൊന്മള പറഞ്ഞ കാര്യം അഹ്മദ് സറൂഖ് തങ്ങളുടെ കിതാബിൽ ഇല്ല എന്ന് മാത്രമല്ല, ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു കിതാബിലുമില്ല. അയാൾ മിൻ ഔവലിഹി പറഞ്ഞത് കള്ളത്തരമാണ്. അഹ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞിട്ടുമില്ല. അഹ്മദ് സറൂഖ് തങ്ങൾ എന്താ പറഞ്ഞതെന്ന് ഇയാൾ അറിയാതെ പറഞ്ഞു പോയിട്ടുമുണ്ട്. അത് ഞാൻ പിന്നീട് കേൾപ്പിക്കും. നമുക്ക് മറുപടി ഒന്നും പറയേണ്ടതില്ല. അഹ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതും തമ്മിൽ ഒരു ഐക്യവും ഒരു യോജിപ്പും ഇല്ല. പൊന്മള എന്താ പറഞ്ഞത്? പൊന്മള അതിൽ പറഞ്ഞ പ്രധാന കാര്യം, ഇപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 824 വിശദീകരിച്ചുകൊണ്ട് അയാൾ പറയാണ്, ഇപ്പോൾ എവിടെയും ഹറാം കലർന്ന ഭക്ഷണം, ഒരു വിഷയം മാറ്റി നോക്കി നിങ്ങൾ. വല്ല അഹമ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞത് വെക്കാൻ ഈ ചങ്ങായിക്ക് ധൈര്യമല്ല. അയാൾ പറഞ്ഞതെന്താ? ഹലാലായ ഭക്ഷണം ലഭ്യമല്ല. 824 മുതൽ ഹലാലായ ഭക്ഷണം കിട്ടുന്നില്ല. കറക്റ്റ് ഡേറ്റാണ്. അള്ളാഹ് ഹലാലായ ഭക്ഷണം നിർത്തിയ വർഷമാണ് 824. ഈ 824 മുതൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഹലാലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷെയ്ഖ് മുർഷിദ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ കളിക്കുന്ന പോലെ. ഇതാ പൊന്മള പറഞ്ഞു, ഈ ഷർത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ പിന്നെ ഷെയ്ഖ് ഇല്ല, പിന്നെ മുർഷിദ്. ഞാൻ പറയണ്ട, അയാളെന്നൊന്ന് പറഞ്ഞോട്ടെ. ഹറാമാന്ന് ഉറപ്പില്ലാത്തതൊക്കെ നമുക്ക് കഴിക്കാം. ത്വരീഖത്ത് പ്രകാരം ഹറാമാന്ന് ഉറപ്പ് വേണ്ട ശുബ്ഹ ഉണ്ടായാൽ പോലും കഴിക്കാൻ പാടില്ല.
സുബഹുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഈ ഷർത്ത് അങ്ങോട്ട് വെച്ചാൽ തെരീകത്തുമില്ല, മുരീദുമില്ല, ഷെയ്ഖും ഉണ്ടാവില്ല. എവിടുന്നാ ഇങ്ങനത്തെ ഭക്ഷണം കിട്ടുക? അതുകൊണ്ടാണ് പറയുന്നത് തെർബിയത്തൊക്കെ ഒന്ന് മുറിഞ്ഞിരിക്കുന്നു. അപ്പൊ ആരും മുറബിനെ തേടിപ്പോണ്ട. മുറബിയായ ശേഖർ ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഈ പറഞ്ഞ കാലത്ത് ഉണ്ടാകുന്നില്ല എന്ന പോലെ തന്നെ മുരീദിനുണ്ടാകേണ്ട ഷർത്തുകൾ മുരീദുമാർക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് അതെല്ലാം ആ പേരിൽ ഇന്ന് മുരീദ്, മുറബി, ഖലീഫ, മുർഷിദ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ മണ്ണ് വാരിയിട്ട് കളിക്കും പോലെയാണ്. ഒരു പാത്രത്തിലെ മണ്ണിന് ചോറ് അറിയും, മറ്റേന് ചാറ് അറിയും, മറ്റേന് ഉപ്പേരി അറിയും, എല്ലാം മണ്ണിന് സാധനം എന്നതുപോലെ ഒരു കളിയാണത്. മുരീദ്, ഷെയ്ഖ്, ഖലീഫ, മുറബി, മുർഷിദ് ഒക്കെ സാധനം പോലെ തന്നെ. ഇങ്ങനെ അഹമ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞതായി കാണിച്ചാൽ സാവിയത്ത് സൂഫിയയുടെ ഈ പ്രഭാഷണ പരമ്പര അതോടെ ഞങ്ങൾ നിർത്തി തരാം. അഹമ്മദ് സറൂഖ് തങ്ങളുടെ കിതാബിൽ ഇയാൾ പറഞ്ഞ പോലെ ഉണ്ട്, നിങ്ങൾ കൊണ്ടുവരി. എന്താ അയാൾ പറഞ്ഞ? ശുബ്ഹയുടെ ഭക്ഷണമാണ് ഫുഴും. അയാൾക്കതേ കിട്ടുന്നുണ്ടാവുള്ളൂ, ഹലാല് കിട്ടണില്ല. അതുകൊണ്ട് തന്നെ ഹലാല് കിട്ടാത്ത ആളുകളെ ഷെയ്ഖാക്കാൻ പറ്റൂല. ഈ ഷർത്ത് അങ്ങോട്ട് വെച്ചാൽ, ഷർത്തുണ്ടെങ്കിൽ എന്തായാലും വെക്കണമല്ലോ, വെച്ചാൽ മുറബിയില്ല. അതുകൊണ്ട് മുറബിയായ ഷെയ്ഖിനെ തേടി ആരും പോകണ്ട. ആ കാലം കഴിഞ്ഞിരിക്കുന്നു, തർബിയത്ത് മുറിഞ്ഞിരിക്കുന്നു. ഇനി ആരെങ്കിലും ഷെയ്ഖ്, മുർഷിദ് എന്നൊക്കെ വന്ന് പറഞ്ഞാൽ അത് കുട്ടികൾ മണ്ണ് വാരി കളിക്കുന്നത് പോലെയാണ്. ഒരു പാത്രത്തിൽ ചാറ് ചോറ് എന്ന് പറയുന്നല്ല, യഥാർത്ഥത്തിൽ ഇതില്ല. ഇത് പറഞ്ഞത് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരല്ലേ? അതും ഒരു സ്ഥലത്ത് മാത്രമല്ല, എത്രയോ ഞങ്ങളെ കയ്യിലുണ്ട്. ഇനി ഇയാൾ മാത്രമല്ല, ഇതിൻ്റെ ശറഹുകൾ എത്ര വന്നു. നമ്മളെ മവാത്തിനെ മറന്നോ? ഞാൻ അയാളെ വിടാൻ തീരുമാനിച്ചാൽ മരിച്ചു പോയതല്ല. ഇവരെന്നാലും അത് നമ്മളെ കൊണ്ട് എടുപ്പിക്കും. അയാളൊന്ന് വന്നോട്ടെ, അപ്പോഴേ കൃത്യമാവുള്ളൂ എന്താണ് പൊന്മുള പറഞ്ഞത് എന്ന് കുമരംപുത്തൂർ അലി മുസ്ലിയാർ വിശദീകരിക്കുകയാണ് കേട്ടോ. 824 ശേഷം അങ്ങനത്തെ ഷെയ്ഖ് ഇല്ല. ഇതാണ് കിതാബിലുള്ളത്. കിതാബിന്റെ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ അത് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് അങ്ങനെ ഇല്ല എന്ന് പറയാൻ കാരണം? അതുവരെ ശരീരത്തിലുള്ള മജ്ജയും മാംസവും ഹലാലിൽ മാത്രം ആക്കാനുള്ള സാഹചര്യം അനുകൂലമായിരുന്നു. 824 വരെ ഹിജ്റ ശരീരത്തിലുള്ള മജ്ജയും മാംസവും അത് ഹലാലിൽ നിന്ന് മാത്രം ആക്കാനുള്ള സാഹചര്യം അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് നാട്ടിൽ നിന്നിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് സാധ്യം അല്ല എന്ന് കാണുമ്പോൾ അതുവരെയുള്ള മശായിഖന്മാർ മുഴുവനും മല കയറൽ പതിവായിരുന്നു. എന്തിനു വേണ്ടി? മലയിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള സസ്യലതാദികൾ മുഴുവനും മവാത്താണ്. മവാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെയും നെയ്ത്തിൽപ്പെടാതെ കടക്കുന്ന സാധനങ്ങളാണ്. അത് വലിച്ച് ബുധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹലാല് ആണെന്ന് ഉറപ്പുള്ളതാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന മജ്ജയും മാംസവും അത് മുഴുവനും ഹലാലിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന മജ്ജയും മാംസവും ആയി മാറും. അങ്ങനെ ഹലാലിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന ഉണ്ടായിത്തീരുന്ന മജ്ജയും മാംസവും ഉള്ള ഒരാൾക്ക് ഹിഫ്ളിനും ഹിമായത്തിനും അർഹതപ്പെടുകയുള്ളൂ. ഇതുകൊണ്ടാണ് അക്കാലത്തൊക്കെ മശായിഖന്മാര് കാട് കയറാനുണ്ടായ കാരണം. 824 ശേഷം മവാസുകൾ പോയി, അതൊക്കെ യഹ്യാൽ ചെയ്യപ്പെട്ടു പോയി. യഹ്യാൽ ചെയ്യപ്പെട്ട എന്തിനാ നിങ്ങള് വടി കൊടുത്ത അടിവകൾ കൂട്ടരെ? അയാളെ കബറിലെങ്കിലും മര്യാദ കെടുക്കാൻ നിങ്ങൾ അനുവദിക്കൂല. എന്തൊക്കെയാ അപ്പൊ പൊട്ട പോയത്തങ്ങൾ പറഞ്ഞു കൂട്ടിയത്? എന്താ ഹിജ്റ 824 ശേഷം കറക്റ്റ് ഡേറ്റാണ്, മവാത്ത് പോലും ഇല്ലാതായതാണ്. അതിൽ പറയുന്ന തന്നെ നാട്ടിലൊന്നും ഹലാലായ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഔലിയാക്കന്മാർ കാട് കയറിപ്പോകും. അപ്പൊ 824 മുമ്പും കാട് കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഖാജാ തങ്ങളൊക്കെ റളിയല്ലാഹു അൻഹു
അവരൊക്കെ അവരെ ചില്ല കാണാം, കാട്ടിലൊക്കെ പോയിട്ട് ഇബാദത്ത് ചെയ്ത്. അങ്ങനെയാണ് ഈ 824 മുമ്പ് എന്തിനാ പോയത് മുസ്ലിയാക്കന്മാരെ? നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾ ജദുബിലാണോ? എന്താ നിങ്ങളെ കഥ? നിങ്ങൾ ഈ പറയണൊക്കെ മൊയ്ലിയന്മാരെന്ന് പറഞ്ഞാൽ നല്ല നല്ല മൊയ്ലിയന്മാരുണ്ട്, മാറ്റേക്ക്. ബാക്കിയുള്ളതിലൊന്നും നിങ്ങൾക്ക് ഒരു ബോധമില്ലേ? നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ അവല് പോയി ചെയ്യും. ആളുകളോട് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു അതിൻ്റെ എതിരൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ മശായിഖന്മാരും ഔലിയാക്കന്മാരും മല കയറിപ്പോയത് തിന്നാൻ വേണ്ടിയിട്ടാണ്. ആരെ നിങ്ങളിത് പഠിപ്പിച്ച്? അവരുടെ മശായിഖുമാർ നിർദ്ദേശിച്ചു കൊടുക്കും, ഇന്ന സ്ഥലത്ത് പോയി ഈ ഇബാദത്ത് ചെയ്യണം. അവിടെ തീറ്റല്ല, ഒറ്റ ഇരുത്താണ്. ആ ഇരുത്തം എന്താണോ പുല്ല് വരെ അവർ ഭക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അതുമില്ല, നോമ്പ് കാലാണ്. അവരുടെ റിയാദകൾ വീട്ടാൻ വേണ്ടിയുള്ള യാത്രകളാണിത്. ആ യാത്ര പോലും സാപ്പിടാൻ വേണ്ടി എന്ന് പറഞ്ഞ നിങ്ങളെ കഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ 824 ലക്ഷം ഹലാല് കിട്ടാത്തത് കൊണ്ട് ഈ 824 ലക്ഷം വന്ന ആളുകളെ കേട്ടാൽ ഞെട്ടിത്തരിച്ചു. ഖുതുബുസ്സമാൻ മൗലദ്ദവീല സയ്യിദ് അലവി റളിയല്ലാഹു, മഹാനരായ ഇടിയങ്ങര ശൈഖ് അവറുകൾ ഖദ്ദസല്ലാഹു സിറ അല്ലേ, എണ്ണിയാൽ തീരുമോ? ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി, ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. ഇനി വരാനുള്ളതാരാ? ഇമാം മഹ്ദി അല്ലേ? ഈസാ നബി വരെ ഇവിടെ വരാണ്ട്. നിങ്ങൾ ഹലാൽ ഇപ്പൊ തന്നെയാണ് നിർത്തിയത് ശരിയാവും. അപ്പൊ 824 ഹലാല് തീർന്നു നിങ്ങൾ പ്രസംഗിച്ചതവിടെ. ഞങ്ങളെ കയ്യിൽ രേഖ ഉണ്ട്. അത് സറൂഖിന്റെ കിതാബിലുണ്ടോ? ലോകത്ത് ആരെങ്കിലും എഴുതുമോ? അത് ഒട്ടപ്പോയത്തല്ലേ ഞാൻ പറഞ്ഞ്. ഹലാല് കിട്ടാത്ത അവസ്ഥ പോലെ ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ മീൻ ചുട്ട് തിന്ന് ജീവിച്ചൂടെ? മീൻ ഹലാലായി കിട്ടൂലേ? ഹലാല് കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയൂലേ? ഒമാമിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഏത് ജീവി ഉണ്ടെങ്കിലും അള്ളാഹ് ഭക്ഷണം ഏറ്റിരിക്കുന്നു. 824 വരെ എന്നാ ഖുർആൻ കാലികമല്ലേ കൂട്ടരെ? അതൊന്നും വേണ്ടേ? നിങ്ങൾ ആരോടായി പറയുന്നത്? അപ്പൊ നിങ്ങൾ 824 നിങ്ങൾ കുടുങ്ങിയതാണ്. അഹമ്മദ് സറൂഖ് തങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് പറഞ്ഞ സംഗതി എന്താന്ന് ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. ഉലമാ അല്ല, നിങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് പൊന്മണ്ണ ഏതായാലും നിങ്ങൾ ന്യായീകരിച്ച സ്ഥിതിക്ക് ആ മുഷാവറ അംഗത്തോട് ഞാൻ പറയുന്നു, അടുത്ത എപ്പിസോഡിൽ ഹലാലായ ഭക്ഷണം നിന്നു എന്ന് പറഞ്ഞതിൻ്റെ കിതാബ് വായിക്കണം. അത് 824 എവിടെയെന്ന് വായിക്കണം. കാട്ടിലേക്ക് പോകുന്നത് ശാപ്പാട്ടിനാണ് എന്നതിന് തെളിവ് വായിക്കണം. ഇപ്പോൾ തീരെ തർബിയത്തില്ലാതെ കുട്ടികൾ മണ്ണ് വാരി കളിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങക്ക് തന്നെ ചേപ്രാകുന്നുണ്ട്. എന്ത് മുറബിയായ മശായിഖ് ഇല്ല എന്ന് പറയും. ഓൽക്കന്നെ മാനക്കേട്. പൊന്മള അന്ന് പറഞ്ഞത് അങ്ങനെയല്ല എന്നാവ പറയുന്നത്. കാരണം എന്താ? മുറബിയായ മശായിഖന്മാരോടെ വിലസല്ലേ. പിന്നെ നിങ്ങൾക്കുണ്ടോ അത് നിഷേധിക്കാൻ കഴിയണ്? നിങ്ങൾ എന്നെ അറിയാതെ പറഞ്ഞു പോലെ ഓരോടെ ഉണ്ട്. പൊന്മള അങ്ങനെ പറഞ്ഞില്ല. അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉദ്ധരിച്ചതാണ്. അഹമ്മദ് സറൂഖ് തങ്ങളെ പറഞ്ഞു. പൊന്മളഞ്ഞ് അതിൽ പറയാൻ ബാക്കിയൊന്നുമില്ല. അയാൾ പറഞ്ഞ ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാൻ പോകില്ല എന്നാണ്. ഏതായാലും നിങ്ങൾക്ക് ഇറങ്ങിയല്ലോ, ഇറങ്ങിയ സ്ഥിതിക്ക് നല്ലോണം ഒന്ന് മുങ്ങി കുളിച്ച് കയറിയാൽ മതി. പൊന്മള പറയട്ടെ ബാക്കി. ഒരാളെ കിട്ടുക ഞങ്ങൾക്ക് വേണ്ടി ഇതിനൊക്കെ. അത് മുഷാവറങ്ങാകുമ്പോൾ ഉഷാറാവും. അടുത്ത വെച്ചു കൊടുക്ക്. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ സമീപ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഓരോന്ന് മുളച്ചു പൊന്തിച്ച് അവിടുത്തെ തെരീക്കത്ത് ഇവിടുത്തെ തെരീക്കത്ത് പല തെരീക്കത്തും. ഈ തെരീക്കത്ത് മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥനായ ആലിമികളെ കൊണ്ടുപോകും. കള്ളം പറഞ്ഞു എന്ത് സമ്മേളനം ഉണ്ട്. അപ്പൊ തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തിരുവരൂല. തങ്ങളുടെ തെരീക്കത്ത് അക്കാതെ തെരീക്കത്താണെങ്കിലും ഞാൻ വരൂല. എന്തുകൊണ്ട്? ഈ തെരീക്കത്ത് ചെലവാക്കാനായിക്കൊന്ന് പേടി. തൃശ്ശൂർ ജില്ലയിലെ തങ്ങളാണെന്ന് പറയപ്പെടുന്ന ഒരാളുടെ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇയാൾ പറയാണ്, ഇവിടെ ഞാൻ വന്നത് ഈ തങ്ങള് എല്ലാ ത്വരീക്കത്തുകൾക്കും എതിരായതുകൊണ്ടാണ്. തങ്ങൾക്കൊരു ത്വരീക്കത്തുണ്ടെങ്കിൽ അത് ഹക്കാണെങ്കിലും പോയിന്റ്. ഷാവറംഗം മറുപടി ഇതിനാ പറയേണ്ടത്. ഹക്കാണെങ്കിലും ഞാൻ വരൂല. ഹക്കാണെങ്കിൽ വരികയല്ലേ വേണ്ടത്? ഹക്കായ ത്വരീഖത്ത് ദീനിന്റെ ഭാഗമല്ലേ? ശരീഅത്തിന്റെ ഉൾഭാഗമല്ലേ ത്വരീഖത്ത്? അതല്ലേ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ശരീഅത്തും ത്വരീഖത്തും മഅരിഫത്തും ഹഖീഖത്തും എല്ലാം ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട് 824 വാദം. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇത്? ഹക്കാണെങ്കിലും വരൂല എന്ന വാദം തനി ബിദ്അഈ വാദമല്ലേ?
അഹ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞത് എന്താ? അത് ഇയാൾ എന്നെ അറിയാതെ പറയുന്നുണ്ട്. അയാളെന്നെ തുടരട്ടെ, വെച്ചു കൊടുക്ക്. കേറിയിട്ട് കാര്യമില്ല. അഹമ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത്രേ പറഞ്ഞിട്ടുള്ളൂ. തെർബിയത്തിന്റെ ഷെയ്ഖ് മുറിഞ്ഞു കഴിഞ്ഞു. ഇസ്തിലാഹൻ നിലക്കുള്ള തെർബിയത്ത് എന്നാ പറഞ്ഞത്. തെർബിയത്തിന്റെ ജിൻസ് മുറിഞ്ഞ് എന്ന് അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, വൻമുൾ ഉസ്താദും പറഞ്ഞിട്ടില്ല. അത് വേണ്ട, രണ്ടാമത് പറഞ്ഞ് കള്ളത്തരാം. എങ്ങനെ? തെർബിയത്തിന്റെ ജിൻസ് തന്നെ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ തെർബിയത്ത് എന്ന സംഭവം തന്നെ മുറിഞ്ഞു എന്ന് അഹ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞിട്ടില്ല. അത് കറക്റ്റ്. പിന്നെ എന്ത് തെർബിയത്താ മുറിഞ്ഞത്? ഇസ്തിലാഹിയായ തെർബിയത്ത്. ഇസ്തിലാഹിയായ തെർബിയത്തിന് ഇയാൾ സാവിയത്ത് സൂഫിയൊക്കെ ഉദാഹരിക്കുന്നുണ്ട്. അതായത് നന്നായി. കാരണം തെർബിയത്തും ഷെയ്ഖൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഉദാഹരിക്കാനൊന്നുണ്ടെങ്കിൽ അത് സാവിയത്ത് സൂഫിയയും മടവൂർ കോട്ടയുമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് നന്നായിട്ടുണ്ട്. ഏതായാലും പക്ഷേ ഇതിപ്പോ കൂറ കപ്പലിൽ കയറിയമായത് ഇതൊരു ബഹിറല്ലേ? നിങ്ങൾ എടുക്കാതെ ഒരു സുഹബത്തുമില്ലാതെ ഇത് വിശദീകരിക്കാൻ വരണം. നിങ്ങൾ തന്നെ ഇപ്പൊ പറയാ ഇസ്തിലാഹൻ നിലക്കുള്ള തെർബിയത്തെ മുറിഞ്ഞിട്ടുള്ളൂ. ജിൻസിയായ, അതായത് എല്ലാ അർത്ഥത്തിലും തെർബിയത്ത് മുറിഞ്ഞു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ അഹമ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞിട്ടില്ല. പൊന്മള പറഞ്ഞിട്ടുണ്ട്. പൊന്മള പറഞ്ഞത് എന്താ? ഭക്ഷണം ഇല്ലാതാവുന്നതാണ്. ഭക്ഷണം ഇല്ലാതായാൽ പിന്നെ കഴിഞ്ഞ് ഷെയ്ഖ് പോയിട്ട് വലിയ പോലും ഉണ്ടാവില്ല. നല്ലൊരു ഈമാളുടെ ഒരു മുമീൻ വരണമെങ്കിൽ തന്നെ ആര് വരണം? ഭക്ഷണം ഹലാലാവണ്ടേ? ഭക്ഷണം ഹലാലല്ലേ ഈ മുമീൻ തന്നെ ആവില്ല. പിന്നല്ലേ വലിയ, പിന്നല്ലേ ഷെയ്ഖ്, പിന്നല്ലേ തെർബിയത്ത്. അപ്പൊ നിങ്ങൾ അസ്ലൻ ജിൻസ് തന്നെ നിഷേധിച്ചിട്ടുണ്ട് മിസ്റ്റർ പൊന്മള. അതാണ് ഹക്കാണെങ്കിലും എന്ന് പറഞ്ഞേ. നിങ്ങളെ കാക്കനെ കുളിപ്പിച്ച് കൊക്കാക്കാൻ നോക്കണ്ട. അതിനെ വല്ല വേസ്റ്റിക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളവര് മൂമിനാ നോക്കി. മശായിഖുകളുണ്ട്, വരുവീൻ, എവിടെ അതുണ്ട്? അതാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വന്നോളി. അതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഒന്നുകൂടി ഇയാൾ പറയുന്നുണ്ട്, ഇവിടെ ഇസ്തിലാഹൻ നിലക്കുള്ള തെർബിയത്താണ് മുറിഞ്ഞു എന്ന് പറഞ്ഞത്. ഹിമ്മത്ത് കൊണ്ടുള്ള തെർബിയത്ത് അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഇയാൾ പറഞ്ഞു, ഞമ്മക്ക് മറുപടി പറഞ്ഞാപ്പത് നല്ല മറുപടിയാ. ഹിമ്മത്ത് കൊണ്ടുള്ള തെർബിയത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. ആളെന്നെ പറഞ്ഞോട്ടെ. വലിക്കാൻ അതന്നെ മൂപ്പര് പറഞ്ഞത്. ഏത് മുറിഞ്ഞാ? ഇസ്തിലാഹിയായ തെർബിയത്ത്. ഏതല്ല തെർബിയത്തും ബിൽ ഹിമ്മത്തൊന്നുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ നടക്കും. അതിനൊന്നും ആയാൽ പിന്നെ ലോകത്തിന്റെ അവസാനം. അതാണ്, അതറിയാതെ പറഞ്ഞു പോയതാ. ഖിയാമത്ത് നാൾ വരെ ഹിമ്മത്ത് കൊണ്ടുള്ള ഏതുണ്ട്? തെർബിയത്തുണ്ട്. ഇല്ലെങ്കിൽ ലോകം തന്നെ അതിന്റെ നിലനിൽപ്പ് പ്രശ്നത്തിലാവും. ഹിമ്മത്ത് കൊണ്ട് തെർബിയത്ത് ചെയ്യണമെങ്കിൽ ഹിമ്മത്തുള്ള മശായിഖ് വേണ്ടേ? അഹ്വാല് കൊണ്ട് തെർബിയത്ത് ചെയ്യണമെങ്കിൽ അഹ്വാലുള്ള മശായിഖ് വേണ്ടേ? ഭക്ഷണം ഹലാലിനെ കിട്ടൂലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാവുക കൂട്ടരെ? നിങ്ങൾ ഏടുന്നാ നീച്ചു വരുന്നത്. അപ്പൊ അഹമ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് തന്നെ അല്ല പറയിപ്പിച്ച്. ഇയാളെ പോലെയുള്ളവർ മറുപടിക്കുന്ന ഒന്നുകൂടി നമുക്ക് സുഖമാണ്. കാരണം ചോദ്യവും ഉത്തരവുമായി തന്നെ ഉണ്ടാവും. എല്ലാം ഇയാൾ എന്തൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഉത്തരമായി തന്നെ ഉണ്ട്. ഒന്നുകൂടിയും ഇതില് മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളുടെ കിതാബ് വായിക്കുന്നുണ്ട്. ഇബിരീസ്, കിതാബുൽ ഇബിരീസ്. സത്യത്തിൽ അത് ഇവർ വായിക്കാൻ പാടില്ല. കാരണം കിതാബുൽ ഇബിരീസ് എഴുതിയ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ ഒരു ദർശനം പോയിട്ടില്ല, ഒരു കിതാബ് ഓതിയിട്ടില്ല, ഒരു ലോകത്തും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. മൂപ്പർക്ക് കശ്ഫ് ഇൽഹാമിലൂടെ കിട്ടിയതാണ് ആ കിതാബിലുള്ളത് മുഴുവനും. ഇൽഹാമ് സ്വീകരിക്കാൻ പാടില്ല അറിഞ്ഞ് നിങ്ങളെങ്ങനെ കിതാബുൽ ഇബിരീസ് നോക്കലെങ്ങന്മാരെ? നിങ്ങൾക്ക് വല്ല കിതാബുൽ ഇബിലീസും ഉണ്ടോ എന്ന് നോക്കിക്കോളി. അതേ നിങ്ങൾക്ക് പറ്റൂ. ഇബിരീസ് അതാ ഞങ്ങൾ പറയുന്നത്, അങ്ങക്ക് വയ്യില്ല. അപ്പൊ ഏതായാലും ഇബിരീസ് എടുത്തു. അതാണ് കിതാബ് നോക്കി നിങ്ങൾ. മശായിഖിന്റെ കറാമത്ത്. ഇത് മടവൂർ സമാനല്ലേ? ഇവിടെ നിങ്ങൾ എതിര് സംസാരിക്കുമ്പോൾ പോലും വരുന്നത് അനുകൂലമല്ലേ? അങ്ങനെ പവറുള്ള ആളുകളല്ലേ കാലം പോറ്റുന്നത്. നേരത്തെ തൊയ്റുസ്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് പറയണമെന്ന് വരെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇയാളിപ്പോൾ എന്തിനാണ് ഈ ഹിമ്മത്ത് കൊണ്ട് ഈ കിതാബ് ഈ ഇബിരീസൊക്കെ? ഇബിരീസ് എന്താ ചെയ്തത്? ഇബിരീസിൽ ചോദിക്കുകയാണ് ആരോട്? ദബ്ബാഗ് തങ്ങളോട് ചോദിക്കുകയാണ് ഒരാൾ. ഇങ്ങനെ അഹമ്മദ് സറൂഖ് തങ്ങൾ തെർബിയത്ത് മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പറയാ അത് ഈ അർത്ഥത്തിലല്ല, അത് ഹിമ്മത്ത് കൊണ്ടും അഹ്വാല് കൊണ്ടുള്ള തെർബിയത്ത് അതുണ്ട്. പിന്നെ മൂപ്പര് പറഞ്ഞ ചില ഇസ്തിലാഹിയായ തെർബിയത്തുണ്ട്, അത് മുറിഞ്ഞു എന്നാണ് പറഞ്ഞത്.
എന്നാര് വിശദീകരിക്കുകയാണ്? അബ്ദുൽ അസീസ് ഉദ്ദബ്ബാഗ് തങ്ങൾ അവരെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ശിഷ്യൻ ക്രോഡീകരിച്ചതാണ് ആ കിതാബ്, മൂപ്പര് കിതാബ് എഴുതുന്ന ആളൊന്നുമല്ല. അപ്പൊ ഈ കിതാബ് ഈ ചങ്ങായി വായിച്ചപ്പോൾ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഏതായാലും ഒന്ന് വായിക്കട്ടെ. പറഞ്ഞിട്ട് ആ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം പിന്നെ അടിയിൽ പറയുന്നുണ്ട്. അത് തെർബിയത്ത് മുറിഞ്ഞു എന്നല്ല, ഇസ്തിലാഹിയായ തെർബിയത്ത് മുറിഞ്ഞു എന്നാ അതാ പറയണത്. ഫമിൻഹാ സയ്യിദി മാ നുഖില അൻ ശൈഖ് സറൂഖ് റളിയല്ലാഹു അൻഹു ഇൻഖതഅത്തി തെർബിയത്തു ബിൽ ഇസ്തിലാഹ്. ഇസ്തിലാഹിയായ തെർബിയത്ത് മുറിഞ്ഞു. ഇവർക്കെന്ത് ഇസ്തിലാഹിയായ തെർബിയത്ത്? ഹിമ്മത്ത് കൊണ്ടുള്ള തെർബിയത്ത്. നിങ്ങൾക്കെന്ത് ഇസ്തിലാഹിയായ തെർബിയത്ത്? കൈമാരെ നിങ്ങൾക്കെന്ത് ഹിമ്മത്ത്, എന്ത് അഹ്വാൽ? അതൊക്കെ പണ്ട് കാലത്ത് ഇവിടെ നടന്നിരുന്നു. ഏത്? പൊന്മള ആ പറഞ്ഞ കാലത്ത്. ഇവിടെ എങ്ങാനും അഹ്മദ് സറൂഖ് തങ്ങളെ കിതാബുമായിട്ട് വന്നാൽ മശായിഖ് ഇവിടെ അതിനു വേണ്ടി ഇറക്കിയ ആൺകുട്ടികളുണ്ട് എന്നത് നിങ്ങൾ ഓർക്കണം. ഞാൻ വിളിക്കുകയാണ് നിങ്ങളെ, അഹ്മദ് സറൂഖ് തങ്ങളുടെ കിതാബ് വായിക്കാൻ നേരിട്ട് ഒന്ന് വരിങ്ങൾ. നേരിട്ട് തന്നെ വന്നെ, നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ എൻ്റെ വ്യാഖ്യാനം പറയിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഞങ്ങൾ പൊന്മളിനെ എടുത്ത് ഉദ്ധരിക്കാൻ പറയാൻ കാരണം എന്താ അറിയോ? മശായിഖന്മാർ കിതാബ് എഴുതിയപ്പോ മഹാനായ ഇമാം ഇബ്നു അജീബ തങ്ങൾ ബഹറുൽ മദീദ് എന്നുള്ളൊരു തഫ്സീർ എഴുതിയതാ. ഈ തഫ്സീർ ഒന്ന് ഒറ്റ പ്രാവശ്യം നോക്കുക, വാള്യങ്ങളുണ്ട്. ഇത് ഒരുപാട് വാള്യങ്ങളുണ്ട്. ഞാൻ സാവയിൽ വന്ന കാലത്ത് എന്നോട് ശൈഖുന ചെയ്ത വസീയത്തിൽ ഒന്നായിരുന്നു ബഹറുൽ മദീദ് തഫ്സീർ മുഴുവനും നോക്കി തീർക്കണമെന്ന്. അങ്ങനെ ഞങ്ങളിത് നോക്കുന്ന കാലത്ത്, ഇതിനു മുമ്പ് ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. 10 കൊല്ലം അഹ്സനിക്ക് വേണ്ടി പഠിച്ചിട്ട് ബഹറുൽ മദീദ് നമ്മൾ തൊട്ടിട്ടില്ല. ഇപ്പോൾ വായിക്കുന്ന കിതാബൊന്നും നമ്മൾ തൊട്ടിട്ടില്ല. ഇതൊക്കെ ശൈഖുനയുടേതാണ്. ഇതിങ്ങനെ മറിച്ചാൽ കാണാ ഫീ മിൽക്കി അബ്ദുല്ലാഹിൽ ഹക്കീം, ഇതിൻ്റെ ഒക്കെ തുടക്കത്തിലുണ്ട്. ഒഫറല്ലാഹു ലഹു വലി വാലിദൈഹി എന്നൊക്കെ അതിൻ്റെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ ബഹുമാനപ്പെട്ടവർ ഇടക്കിടക്ക് പറയും ഈ മശായിഖിൻ്റെ എതിരായ ടീമിൻ്റെ അടയാളം. അവരിങ്ങനെ ഇടക്കിടക്ക് പറയും തെർബിയത്ത് മുറിഞ്ഞിരിക്കുന്നു, തെർബിയത്ത് മുറിഞ്ഞിരിക്കുന്നു. അതിന് അഹ്മദ് സറൂഖിൻ്റെ തെളിവും അവർ ഉദ്ധരിക്കും. ഇത് മശായിഖിനെതിരെ വരുന്ന കള്ളന്മാരുടെ അടയാളാണ് എന്ന് പല സ്ഥലങ്ങളിൽ, ഒന്നൊന്നല്ല ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. വഅക്സറുഹും യുൻകിറൂനഹ, പലരും മശായിഖിൻ്റെ വഴിയെ തന്നെ നിഷേധിക്കും. വയഹ്തജൂന ലിഅൻഫുസിഹിം, അവർക്ക് വേണ്ടി ലക്ഷ്യം പിടിക്കും. ബിഖൗലി മൻ ഖാല ഇൻഖതഅത്തി തർബിയത്തു ഫിൽ ഖർനി സാമിൻ. കണ്ടില്ലേ, 824 തർബിയത്ത് മുറിഞ്ഞിട്ടുണ്ട് എന്ന ചില വാക്കുകളെ, ആ വാക്കുകളെ ദുർവ്യാഖ്യാനിച്ച് ലക്ഷ്യം പിടിക്കും. അങ്ങനെ മശായിഖിനെ തന്നെ എതിർക്കുന്നവരാണ് മശായിഖിന്റെ വിരോധികൾ. ഫയമൂതൂന മുസിറീന അലൽ ഇൻകാരി വൽ ഉസ്യാൻ, അവരങ്ങനെ തന്നെ ചത്തുപോകും എന്ന് ഇമാം ഇബ്നു അജീബ ഇവരെ കുറിച്ച് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പൊന്മള ആവർത്തിക്കുകയാണ്. എന്നിട്ട് മൂപ്പരത് കൃത്യമായി വിശദീകരിച്ചു. മൂപ്പരതിങ്ങനെ കറക്റ്റ് ചെയ്തു. ആദ്യ 3 നൂറ്റാണ്ട് കാലത്ത് മശായിഖ് തർബിയത്ത് ചെയ്തിരുന്നത് ഹിമ്മത്ത് കൊണ്ടും അഹ്വാല് കൊണ്ടുമായിരുന്നു. റിയാദകളും മറ്റൊന്നും കൊടുക്കാതെ തന്നെ ഹിമ്മത്ത് കൊണ്ടും അതുപോലെ അഹ്വാല് കൊണ്ടും തർബിയത്ത് ചെയ്തിരുന്നു. മശായിഖിന് തർബിയത്തിൽ എങ്ങനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട, ഓൽക്കും അറിയാതെ എങ്ങനെ തർബിയത്ത് വേണ്ടി. 3 നൂറ്റാണ്ടിൻ്റെ ശേഷം മശായിഖുമാർ ചില ഇസ്തിലാഹുകൾ അതിനുണ്ടാക്കി. ഇത്തര റിയാദ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൽപ്പിച്ചു. അപ്പം ചിലർ രംഗത്ത് വന്നു. ചില അന്നത്തെ ബിസിനസ്മാനെ പോലുള്ളവർ വന്ന് ഓലും ഒരു ഇസ്തിലാഹുകൾ ഉണ്ടാക്കി. ഉണ്ടാക്കി അവർ സുഹബ നടത്തി പോലുള്ള ഇസ്തിലാഹ് ഉണ്ടാക്കിയിട്ട് ഓല് പറഞ്ഞു ഞങ്ങൾക്കും തർബിയത്തുണ്ട്. ഈ ടീമിൻ്റെ അതേ പൂർവികർ അന്ന് വന്നു. ഇവർക്കാണെങ്കിൽ ഹിമ്മത്തും ഇല്ല അഹ്വാലും ഇല്ല. ഹിമ്മത്ത് കാരണം എന്താ? അള്ളാഹുവിനായിട്ട് നേരിട്ട് ബന്ധം. അതൊക്കെ ശരിക്ക് ബഹറുൽ മദീദിൽ വിശദീകരിക്കുന്നുണ്ട്. റബ്ബിൽ നിന്നുള്ള നേരിട്ട് വിവരം വരികയും അതനുസരിച്ച് ലഭ്യമാകുന്ന സംഭവമാണ് ഹിമ്മത്ത്. അതൊന്നും ഉണ്ടാവില്ല. അഹ്വാലുണ്ടാകണി മശായിഖാണ്, അതും ഉണ്ടാവില്ല. അപ്പൊ ഹിമ്മത്ത് അഹ്വാലില്ലാത്ത ആളുകൾ ചില ഇസ്തിലാഹുകൾ നിർമ്മിച്ചുകൊണ്ട് വ്യാജ തർബിയത്ത് AP ടീം നടത്തിയതുപോലെ അന്ന് നടത്തിയപ്പോൾ അവരെ കാലാണ് ഹിജ്റ 824. ആരെ കാലം? ബഹുമാനപ്പെട്ട സറൂഖ് തങ്ങൾ ജീവിച്ച കാലം. അവരുടെ ശൈഖ് ഇമാം ഹദ്റമി തങ്ങളാണ് ഈ വാക്ക് പറയുന്നത്. അവർ പറഞ്ഞു കുറെ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഓല് ചില ഇസ്തിലാഹുകൾ ഇറക്കിയിട്ട് അവർ ഇങ്ങനെ തെർബിയത്തേറ്റ് വരികയാണ്. അതുകൊണ്ട് തെർബിയത്ത് ഒരാൾ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ശൈഖിന് ഹിമ്മത്ത് അഹ്വാല് വേണം. അത് പാസാക്കി. അപ്പൊ ഹിമ്മത്ത് കൊണ്ട് അഹ്വാല് കൊണ്ട് അങ്ങനെയാ തെർബിയത്ത് ചെയ്യേണ്ടത്. അതുള്ളവർക്ക് അവരെ ഇസ്തിലാഹ് അനുസരിച്ചും ചെയ്യാം.
അതൊക്കെ ബഹ്റുൽ മദീദിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മശായിഖിന് തർബിയത്ത് ചെയ്യാൻ ഓലിങ്ങനെ ഹിമ്മത്ത് മതി, ഓൽക്ക് അഹ്വാല് മതി, ഓൽക്ക് നിങ്ങളെ ഇസ്തിലാ ഓൽക്ക് ആവശ്യമില്ല. അല്ലാതെ തർബിയത്ത് മുറിഞ്ഞുപോയി എന്നൊരു വാക്ക് അഹ്മദ് സറൂഖ് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും അവരെ കുറിച്ച് അത് പറയൽ അപരാധമാണെന്നും ബഹ്റുൽ മദീദിൽ അല്ലാമ ഇബ്നു ആജീബ് തങ്ങൾ വിശദീകരിച്ചു. ഈഖാദുൽ ഹിമം പറഞ്ഞൊരു കിതാബുണ്ട്, ഹിക്കമിന്റെ ഹാഷിയാണ്. ആർക്ക്? ഇബ്നു അജീബ് തങ്ങൾക്ക്. അതിൽ മൂപ്പര് കുറച്ചും കൂടി കർശനായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മൂപ്പരയിൽ ഗൗരവത്തിലാ. ആര് പറഞ്ഞോടോ 800-ൽ മുറിഞ്ഞു എന്ന്? അതിനുശേഷം വന്ന അഖ്താബീങ്ങളുടെ ലിസ്റ്റ് എത്രയാണ്? മൂപ്പരിങ്ങനെ കറക്റ്റ് വിശദീകരിച്ച് പറയാ. ഒരു മനുഷ്യൻ പറയൂ അത്? ഖിയാമത്ത് നാൾ വരെ അവരുണ്ടാവൂലേ? അപ്പോൾ അവർ ഈ പറഞ്ഞത് ഈ അർത്ഥത്തിനാണ്. ഈ അർത്ഥത്തിനല്ല എങ്കിൽ ആ വാക്ക് തന്നെ തള്ളപ്പെടേണ്ടതാണ് എന്ന് ഈഖാദുൽ ഹിമമിൽ ഇമാം ഇബ്നു അജീബ് തങ്ങൾ വളരെ ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 824 2026 ആരും വരണ്ട, അതിനനുവദിക്കൂല. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് തന്നെ അള്ളാഹു അതിന് മറുപടി പറയിപ്പിച്ചത്. ഞങ്ങൾ പറയേണ്ടി വന്നിട്ടില്ല. അപ്പൊ ആ പറഞ്ഞതിന്റെ മഅന തർബിയത്ത് എന്നുണ്ട്. പിന്നെ എങ്ങനെ തർബിയത്ത് ചെയ്യണം അത് മശായിഖിനല്ല അറിയാം. ഹിമ്മത്ത് അഹ്വാല് തന്നെ ധാരാളമാണ് ഓൽക്ക്. ഇന്നിപ്പോൾ അങ്ങനല്ലേ, ഓലൊപ്പം കൂടുക, ഓലിങ്ങനെ നോക്കുക, പ്രത്യേകമായിട്ട് ഒന്നും കൽപ്പിക്കുന്നില്ല. ഓല മഹബത്ത് സ്നേഹവും ഓലിങ്ങനെ ഹിമ്മത്ത് കൊണ്ട് ആളുകളെ നോക്കുക, അതാളൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബികൾക്കിടയിൽ നടന്നത്, അതിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂർണ്ണതയിലുള്ള തർബിയത്താണ് നടക്കുന്നതെന്നായി പറയുന്നത്. കള്ളന്മാര് കയറി വരാതിരിക്കാൻ വേണ്ടി ഇസ്തിലാഹിനെ കട്ട് ചെയ്തു എന്ന് ഉപരി പറഞ്ഞതാണ്. ഹിമ്മത്തും അഹ്വാലുള്ളവർക്ക് അവരെ ഇസ്തിലാഹ് അനുസരിച്ച് ആകാമെന്നും അവർ പറയുന്നുണ്ട്. അപ്പൊ കിതാബ് നോക്കിയിട്ട് വരി. മറ്റേ ഇബ്ലീസ് മൗലവി ശറഉൽ അഖായിദ് നോക്കിയ പോലെ ആകാൻ പറ്റൂല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക. എന്നിട്ട് മൂപ്പർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്താ വേണ്ടി? ഹിമ്മത്തുണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞ്. ഹിമ്മത്ത് കൊണ്ടും അഹ്വാല് കൊണ്ടും തർബിയത്ത് ചെയ്യുന്ന മശായിഖുണ്ടെങ്കിൽ അവരെ തേടി പോണ്ടേ? നിങ്ങളിങ്ങനെ മർക്കസിൽ ഇരുന്നാൽ മതിയോ? പോണ്ടേ? അപ്പൊ അതിന് മൂപ്പര് പറയാ നമ്മൾ അങ്ങനെയൊന്നും പോണ്ട. ഞമ്മക്ക് തർബിയത്തിന് ഇർഷാദ് ഓതിയാ മതി, ഞമ്മക്ക് തർബിയത്തിന് യഹിയ ഓതിയാ മതി, ഞമ്മക്ക് തർബിയത്തിന് മുർഷിദ് ഓതിയാ മതി. ഒന്ന് പറയട്ടെ. അതിനാണ് ഏത് മുർഷിദും ഇർഷാദുൽ യാഫിയും ഒക്കെ അത് ഓതി പഠിക്കുക. ഗസാലി ഇമാമിന്റെ ഹിയ ഓതുക. ഇപ്പൊ അതൊന്നല്ല ഓതല്. ഇപ്പം കുട്ടികൾക്കൊക്കെ വലിയ തട്ടിപ്പ്. ഇതാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞു കൊടുത്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഇർഷാദ് ആരാണ്ടാക്കി? സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ബരി. നിങ്ങൾ പറഞ്ഞ യഹിയ ആരാണ്ടാക്കിയത്? ഷെയ്ഖ് ഇമാം ഗസാലി. ഇവരാളത് ഉണ്ടാക്കിയത്. അവര് കിതാബ് ഓതിയിട്ട് തർബിയത്ത് സ്വീകരിച്ചവരാണോ? ആണോ? നിങ്ങൾ മറുപടി പറയും. ഗസാലി ഇമാം 400 കുട്ടികൾക്ക് ദർസ് നടത്തുമ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഞാൻ ഈ വഴിയിൽ ഇങ്ങനെ തുടർന്നാൽ നരകത്തിലാണ് എന്ന് ഉറപ്പിച്ചിട്ട് ഓതിയ കിതാബ് പൂട്ടിവെച്ച് സിറിയയിലേക്ക് പോയി യൂസുഫ് നസ്സാജ് എന്ന ഉമ്മിയായ ശൈഖിനെ കണ്ട് തർബിയത്ത് സ്വീകരിച്ച ഇമാം ഗസാലി, സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ബരി തങ്ങളും സൈനുദ്ദീൻ മഖ്ദൂം സാനി തങ്ങളും രണ്ടാളും ശൈഖിനെ സ്വീകരിച്ച് തർബിയത്ത് സ്വീകരിച്ച മഹാരഥന്മാർ. ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി, ഇവരെല്ലാം കിതാബ് ഓതിയിട്ട് തർബിയത്ത് സ്വീകരിച്ചിട്ടില്ല. അതിനല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞെന്ന് ശംസുൽ ഉലമ എന്ന മഹാപണ്ഡിതൻ. ഈ മർക്കസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ശംസുൽ ഉലമ അല്ലോടോ? ആ ശംസുൽ ഉലമ ഇവിടെ എത്ര കാലം നേതൃത്വം നൽകി സമസ്തക്ക്. ഇർഷാദും മുർഷിദും ഓതാത്ത ആളാ ഇ.കെ. ഉസ്താദ്. പിന്നെ എന്തിനാ അവര് ഐലക്കാട് സഈദ് സിറാജുദ്ദീനിൽ ഖാദിരി തങ്ങൾ എടുത്തുപോയത്? നിങ്ങൾക്ക് ഇർഷാദ് ഓതണ്ട, തർബിയത്തുലനാ മദ്രസയിൽ പോയാൽ മതിയല്ലോ. ആ മതിയല്ല, നിങ്ങൾക്ക് മദ്രസയിൽ പോയാൽ മതി എന്നാണ്. ഇത് മനസ്സിലുള്ള ഹൃദയത്തിന്റെ ചാപ്പല്യങ്ങളുണ്ട്. ഹസദ്, കിബർ, റിയാ, ലോകമാന്യം, ഈ അസുഖങ്ങളൊക്കെ മാറ്റിത്തരുന്ന ഡോക്ടറുണ്ട്. അതാ മശായിഖ്. ആ മശായിഖിന്റെ അടുത്ത് പോവന്നെ വേണം. ഞാൻ ഇൻഷാ അല്ലാഹ് ഇ.കെ. ഉസ്താദിന്റെ വാക്കുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിടക്ക് പറഞ്ഞതാണ്,
പിന്നെ മൂപ്പർ അതിൻ്റെ ഇടക്ക് പറയുന്നുണ്ട് സ്വഹാബികൾക്കൊക്കെ പാരയുന്നു ഷെയ്ഖ്. ഒരു വിവരമില്ല, മുഷാവറ അങ്ങാണേനും വെച്ചു കൊടുക്കും. ഒരു ഷെയ്ഖുമില്ല. ചോദിക്കട്ടെ, ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള കാലത്ത് അവിടെ തന്നെയാണ് ഏറ്റവും വലിയ ഷെയ്ഖ്. അവിടത്തേക്ക് ശേഷം വന്ന സ്വഹാബാക്കൾക്കൊക്കെ ഉള്ള ഷെയ്ഖാരാ? അവിടുത്തെ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആരെ സുഹബത്തിലുള്ള ആളാണ്? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഷെയ്ഖ് ആരെന്നെ? മുത്തു റസൂൽ തന്നെ. അതിന് ശേഷമുള്ള ഷെയ്ഖ് ആരാണ്? അത് നിങ്ങൾ ബേജാറാകണ്ട, അത് അന്ന് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പോകാൻ പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതാണ് സയ്യിദുനാ ഉവൈസുൽ ഖർനി. ഇനി സ്വഹാബികളിൽ നിന്ന് തന്നെ തുടരാൻ കൽപ്പിച്ചിട്ടുണ്ട്, അതാണ് അബൂബക്കറിന് സിദ്ദീഖ്, അതാണ് ഉമറുൽ ഫാറൂഖ്, അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതാണ് സയ്യിദുനാ അലി. നിങ്ങൾ എന്തിനാ ഓല കാര്യത്തിൽ ബേജാറാണ്? അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവർ ഷെയ്ഖാക്കിയത്. അത് ഹിമ്മത്ത് അഹ്വാല് കൊണ്ടുള്ള തെർബിയത്താണ്. അതാണ് അന്ന് നടന്ന തെർബിയത്ത്. അത് ഇപ്പോഴും ഉണ്ടെന്നായി പറയുന്നത്. ഇത് തിരിയണ്ടേ ഇവർക്ക്? എന്താ ചെയ്യുക? ഏതായാലും ഇയാളിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇനി മശായിഖിൻ്റെ മേലിലേക്ക് കയറുന്നുണ്ട്. അതിലയാൾ പറയുന്നുണ്ട്, ഒരാൾ ഷെയ്ഖാവണമെങ്കിൽ എല്ലാ ഇൽമുകളും ഉണ്ടാകണം എന്നാണ്. ഇൽമുകളൊക്കെ ആദ്യം കോളേജിൽ പോയി പഠിക്കണം. അതിലയാൾ പ്രത്യേകം പറയുന്നുണ്ട്, ലുഗത്തിൻ്റെ കിതാബ് പഠിക്കണം. ലുഗത്ത് പറഞ്ഞ ഭാഷ, അറബി ഭാഷ. നമ്മളിപ്പോൾ ഭാഷയിൽ കാമൂസും അതേപോലെ തന്നെ മുഞ്ചിതും ഒക്കെ നോക്കിയിട്ട് ഓരോ ലഫ്ദുകൾ നോക്കുമല്ലോ. അങ്ങനെയുള്ള ലുഗത്ത് പഠിക്കണം. ഓരോന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് ഓരോ സമയത്തെ. അതിലും അയാൾ തന്നെ മറുപടി പറയുന്നുണ്ട് കേട്ടോ. രണ്ടും അയാൾ തന്നെയാണ്. ആദ്യം പറയുന്നത് വെച്ചു കൊടുക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഓരോ വസ്തുവിൻ്റെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആ ഹദീസ്, ആ ഖുർആനിന്റെ വചനം വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ എഴുതി വച്ചത് കാണാൻ കഴിയും. ഈ ആയത്തടിസ്ഥാനത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്, ഈ ത്വരീഖത്തിന്റെ വഴിയിൽ, തെർബിയത്തിന്റെ വഴിയിൽ പ്രവേശിക്കുന്ന ആള് ലുഗത്ത് പഠിക്കണം. ഇത് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏത് മഹാനാണ് പഠിപ്പിച്ചതെന്നൊന്ന് പറഞ്ഞെന്നാ ഉപകാരപ്രദം. ലുഗത്ത് പഠിക്കണം. അതിന് തെളിവെന്താ? അല്ലമ ആദമൽ അസ്മാ കുല്ലഹാന്നാണ്. ആദം നബിക്ക് എല്ലാം അല്ല പഠിപ്പിച്ചു കൊടുത്തു. അല്ല പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ പഠിച്ച പോലെ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പഠിക്കണം. അങ്ങനെ പഠിച്ചവരുണ്ട്, അതൊരു വഴിയാണ്. ഇപ്പൊ മഹാനരായ മടവൂർ ശൈഖിനൊക്കെ ദർസ് പഠിച്ച് ബാക്കവിയായി എല്ലാം ആയതാ, അതൊരു വഴിയാണ്. അതേ സമയത്ത് മശായിഖുമാരിൽ പലരും ഒരു കിതാബ് ഓതിയിട്ടുണ്ടാവില്ല, ഒരു സംഭവം നടത്തിയിട്ടുണ്ടാവില്ല, എന്നാൽ ഓർക്ക് അറിയാത്തതൊന്നും ഉണ്ടാവില്ല. അവർക്കാണ് ഉമ്മിയായ മശായിഖന്മാരെന്ന് പറയാ. ഉമ്മിയായ മശായിഖന്മാര് മശായിഖല്ല എന്ന് പറയാനല്ലേ ഇവർ ഈ ലുഗത്ത് പഠിപ്പിക്കണം എന്നിവരെ പറഞ്ഞ്. എന്നിട്ട് അതിന് തെളിവ് പറഞ്ഞതോ അല്ല പഠിപ്പിച്ചു എന്നുള്ള ആയത്തും. അല്ല പഠിപ്പിച്ചു കൊടുത്തവർക്ക് അല്ല പഠിപ്പിച്ചു കൊടുത്തുകൂടും. നിങ്ങൾക്ക് ബേജാറാകണോ? പിന്നെ ആ ആയത്ത് ഉമ്മിയായ ശൈഖിനുള്ള തെളിവാ. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അയാൾ തന്നെയാണ് മറുപടി പറയുന്നത്. കാരണം ലുഗത്ത് പഠിക്കണം, ഭാഷ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാളുകൾ വന്നിട്ട് പിന്നെ ഇയാൾ കിതാബ് എടുക്കുകയാണ്. കിതാബ് എടുത്തത് ആരെ കിതാബാ? കിതാബുൽ ഇബ്രീസ, അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളുടെ കിതാബാ. അപ്പൊ അയാൾക്ക് ഇങ്ങനെ തോന്നി, ഈ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ ആരാ? റളിയല്ലാഹു അൻഹു, അഖ്താബികളിൽപ്പെട്ട ആളാ. മൂപ്പരെ കുറിച്ച് ഇയാൾ പറയാണ്, അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ ഉമ്മിയായ ശൈഖായിരുന്നു, ഒന്നും പഠിച്ചിട്ടില്ല. ഒന്നും പഠിക്കാതെ പിന്നെ അല്ല നേരിട്ട് അറിവ് കൊടുത്തതാണ്. പൊളിഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞ്? ഇയാൾക്ക് ഏതായാലും നമുക്കൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യാധിഷ്ഠിത പ്രഭാഷണം നടത്തിയതിന് ഒരു അനിൽ ഖവാസ് തങ്ങളൊക്കെ ആൾ കൊണ്ടുവരുന്നുണ്ട്. ആയിക്കോട്ടെ, പറയട്ടെ ആള്. ഇമാമിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, മഹാനായ അൽ ഖുത്ബ് അഷേഖ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരുടെ കിതാബുൽ ഇബ്രീസ് ആണിത്. ആ കിതാബുൽ ഇബ്രീസിൽ ബഹുമാനപ്പെട്ടവരോട് ഒരു ചോദ്യമുണ്ട്. സഅലഹു റളിയല്ലാഹു അൻഹു ബഅദുൽ ഫുഖഹായി, ചില ഫഖീഹീങ്ങളായ ആളുകൾ ബഹുമാനപ്പെട്ട
അബ്ദുൽ അസീസ് ദബ്ബാഗ് എന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഒരു ഉമ്മിയ, അതാണ് ഉമ്മിയായ ആളാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ല, അതാണ് പഠിക്കാതെ അല്ലാഹു തആല വിലായത്ത് കൊടുത്ത് ഹക്കീക്കത്തിലേക്ക് കൊണ്ടുപോയ ഒരു മഹാനാണ്, കശ്ഫ് കൊടുത്തൊരു മഹാനാണ്. ആ മഹാനോട് അക്കാലത്തുള്ള പണ്ഡിതന്മാര് ശരീഅത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊക്കെ 100% ശരീഅത്തിന് വിരുദ്ധമാകാതെ മറുപടി കൊടുത്തപ്പോൾ അന്നത്തെ ആലിമീങ്ങൾ അംഗീകരിച്ചു ബഹുമാനപ്പെട്ടവരെ വിലായത്ത്. അങ്ങനത്തെ മഹാനാണ്. അങ്ങനെ ലദുന്നിയായി കിട്ടുന്ന വളരെ ചുരുക്കപ്പേരുകളുണ്ട്. വളരെ കഴിഞ്ഞ കാല ചരിത്രത്തിൽ നോക്കിയാൽ നമ്മളെ അറിവിൽ വളരെ ചുരുങ്ങിയ ആളുകളാണ്. അലിയുൽ ഖവാസിനെ പോലെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ അബ്ദുൽ അസീസ് ദബ്ബാഗിനെ പോലെയുള്ള ആളുകൾ. പക്ഷെ അവരൊക്കെ അള്ളാഹുവിന്റെ കശ്ഫിലേക്ക് എത്തിയ അള്ളാഹു തആല അവർക്ക് ഇൽമു കൊടുക്കും, വേണ്ട ഇൽമൊക്കെ കൊടുക്കും. അപ്പൊ നാളഞ്ഞ് ഒരാൾ ദുനിയായി കിട്ടുന്നു വന്ന പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കൂല. അവിടെയുള്ള ആലിമീങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഹക്കായ നിലക്ക് മറുപടി പറയാൻ കഴിയണം. അപ്പോഴേ ഈ ഉമ്മത്ത് അംഗീകരിച്ചു കൊടുക്കും. അപ്പൊ എന്താ പറഞ്ഞേ, ഉമ്മിയായ ഷെയ്ഖുണ്ട്, അവർ പഠിച്ചിട്ടില്ല, പിന്നെ പഠിക്കാത്തതായി ഒന്നുമില്ല. ആരാ പഠിപ്പിച്ചു കൊടുത്ത്? അള്ളാ, കശ്ഫിലൂടെ, ഇൽഹാമിലൂടെ. അതിന്റെ ഉദാഹരണം ആരാ? അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ റളിയല്ലാഹു അൻഹു. അതിന്റെ ഉദാഹരണമാണ് ആര്? അലിയുൽ ഖവാസ് തങ്ങൾ. ഇനി അതിന്റെ ഉദാഹരണമാണ് ജഅഫർ സ്വാദിഖ് തങ്ങൾ. അതിന്റെ ഉദാഹരണമാണ് ഷൈബാനുർ റായി തങ്ങൾ. അതിന്റെ ഉദാഹരണമാണ് അബൂ ഹംസത്തുൽ ബഗ്ദാദി തങ്ങൾ, യാസീനുൽ മുസയ്യൻ തങ്ങൾ. എത്ര നമ്മളെ കോഴിക്കോട്ട് ഇടിയങ്ങര ശൈഖ് അവറുകൾ വരെ ഉമ്മിയായ ശൈഖാണ്. അത് പ്രത്യേകതയാണ് അവരെ. എനിക്കല്ല ചെയ്ത നിഅമത്താണ് ഉമ്മിയായ ശൈഖിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിക്കാൻ കഴിഞ്ഞത് എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി. അപ്പൊ ഇയാൾ ലോകത്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇയാളെന്നെ തച്ചു പൊളിച്ചു. പിന്നെ ഇയാൾ കുടുങ്ങിയെന്ന് ഇയാൾക്കറിയാം. അപ്പൊ ഇയാൾ അവിടെ ഒരു അടവ്. ഇനി അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പിന്നെ എങ്ങനെ ഔലിയായത്? അന്നുള്ള ഉലമാവ് ചോദ്യം ചോദിച്ചപ്പോൾ മൂപ്പർക്ക് ഉത്തരം കിട്ടി. അപ്പൊ ഉലമാവ് അംഗീകരിച്ചു. ഒന്ന് പോയി പണിയോക്കെ കൈമാരെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേ, എന്നാലേ ഇപ്പൊ ഔലിയാവുള്ളൂ. നിങ്ങൾ പോലും ഏടക്കിടക്കണ്. അത് നിങ്ങൾ പഠിച്ചില്ല. മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി അവർക്കൊരു കിതാബുണ്ട്, പേര് ഇർഷാദു ത്വാലിബീൻ. അതിന്റെ 119 പേജിൽ മഹാൻ പറയുന്നുണ്ട്, ഔലിയാക്കളെ ഇൽമിന്റെ അവിടേക്ക് തൽക്കാലങ്ങൾ ആരും എത്തൂലട്ടോ. ഇഅ്ലം അന്ന ജമീഅ മാ ബി ഐദി ജമീഉൽ ഉലമാ മിനൻ നുഖൂൽ ഫീ ജമീഉൽ ഉലൂം ലാ യജീഉ നുഖ്ത ഫീ ബഹരി ഇൽമിൽ ഔലിയാ. ലോകത്തുള്ള എല്ലാ കിതാബ് പഠിച്ച പണ്ഡിതന്മാരും കൂടി വന്ന് എല്ലാ കിതാബും എടുത്തു വന്ന്, എന്നാലും നിങ്ങളുടെ ഇൽമെല്ലാം കൂടി കൂടിയാലും ഒരു വലിയന്റെ ബഹറാകുന്ന ഇൽമിന്റെ ഒരു തുള്ളി വരെ ആവൂല. പിന്നെ നിങ്ങൾ എങ്ങനെ പോലെ ചോദ്യം ചെയ്യും? ബസറിക്ക് ഈത്തപ്പയം കാറ്റിയ. ഇനി നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടോ? വരിങ്ങള് അതിനല്ല ഞങ്ങൾ നിങ്ങളെ വിളിക്കണ്. വലിയ ആൾക്കാർ പോയിരുന്നല്ലോ അവിടെ. APLരും ചെറിയ പി ഉസ്താദും കിട്ടിയില്ല ആയത്ത്. ഒന്നാണ് പറഞ്ഞപ്പോൾ 4 കിട്ടിയത്. ഉമ്മിയായ മശായിഖന്മാരെ അടുത്ത് വരിങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച് വിവരല്ല നിങ്ങൾ പറയുന്ന മശായിഖിന്റെ അടുത്ത് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ വരി, നിങ്ങളെ വിവരമൊന്നും കാണാലോ, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാണ്ട് എന്നല്ലേ പറഞ്ഞു. വരിങ്ങൾ ചോദ്യം ചോദിക്കാൻ. അങ്ങോട്ടും 4 ചോദ്യം അതിന് ശേഷം ഉണ്ടാവും. ചോദ്യത്തിന്റെ ആ പൂതി അങ്ങോട്ട് തീരും. നിങ്ങൾക്ക് എവിടുന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? മശായിഖിന് നിങ്ങൾ വഴത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അംഗീകാരമാണോ മശായിഖിന്? അള്ളാന്റെ ആളുകളാണോ അഹ്ലുള്ളയാണോ അവര്? അവർക്ക് അള്ളാഹ് അംഗീകാരം കൊടുത്താൽ പിന്നെ സിട്ടിയുടെ അംഗീകാരം വേണം, നിനക്ക് അവരുടെ അംഗീകാരം വേണം. മനസ്സിലായില്ല? ആലിമിന്റെ ഇൽമു നാഫിയാകണമെങ്കിൽ കാലഘട്ടത്തിലെ മശായിഖിന്റെ അനുമതി വേണം. അതാ ശംസുൽ ഉലമായി. ശംസുൽ ഉലമന്റെ നമ്മൾ പറഞ്ഞില്ലേ, മടവൂര് ശൈഖുനായ സ്ഥിരപ്പെടുത്തേണ്ട സമയത്ത് അവര് സ്ഥിരപ്പെടുത്തുകയാണ്. വടകര ഓറെ, അതേപോലെ വേങ്ങര കോയപ്പാപ്പ റളിയല്ലാഹു അൻഹുവിനെ, കോരങ്ങാട് സൂപ്പേലേർ പാപ്പ റളിയല്ലാഹു അൻഹുവിനെ, ഈ മശായിഖിനെ മുഴുവനും സ്ഥിരപ്പെടുത്തുക എന്ന ഡ്യൂട്ടി വളരെ വൃത്തിയായി ചെയ്ത ആളാണ് ശംസുൽ ഉലമായി. അതാ ശംസുൽ ഉലമ ഇജാസത്ത് കൊടുത്ത ഒരാള് മടവൂര് ശൈഖുനാന്റെ അടുത്ത് എന്നപ്പോൾ ശൈഖുന ഒന്നും പറയാതെ നേരെ അങ്ങോട്ട് പറഞ്ഞു, മോനെ
നിനക്ക് വേറെ ഇജാസത്ത് ആവശ്യമില്ല, ഇ.കെ. ഉസ്താദ് തന്ന ഇജാസത്ത് തന്നെ മതി. അതാ ശംസുൽ ഉലമക്ക് മടവൂർ ശൈഖുനാന്റെ അംഗീകാരം. പിന്നെ ഇ.കെ. ഉസ്താദ് സ്ഥിരപ്പെടുത്തി പറഞ്ഞാൽ എന്താ? സ്ഥിരപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഓലോലെന്നെ. പക്ഷെ ആളുകളുടെ മുന്നിൽ അത് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അല്ലാതെ ഇതെങ്ങനെ ഉണ്ടാവും? അള്ളാന്റെ ആളുകൾക്ക് അള്ളാന്റെ സർട്ടിഫിക്കറ്റ്, അള്ള വരെ ഈ വലിയാണ്, വലിയുള്ള പറഞ്ഞാൽ അള്ളാന്റെ വലിയ എന്നല്ലേ. പിന്നെ അതിനൊരു അംഗീകാരം പുറത്തുനിന്ന് വേണോ? ഏടുന്ന് നീച്ചു വരിക അവരൊക്കെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ വഴിയിൽ നിന്ന് മാറി എന്നതാണ് നിങ്ങളുടെ അധപ്പതനത്തിന്റെ കാര്യം. അപ്പൊ ഇയാൾ അഹമ്മദ് സറൂഖും പൊന്മളന്റെ കാര്യം പറഞ്ഞതിന്റെ കോലാപ്പത് കുറെ ഉണ്ട്. ഇയാൾ പറഞ്ഞ നമുക്ക് എല്ലാം കൂടി ഇപ്പൊ പറയാൻ കഴിയില്ല. പറഞ്ഞതൊക്കെ ഞങ്ങൾ ഹല്ല് ചെയ്യും ഓരോ സമയത്ത്. ഒന്നുകൂടി പറയാം. നമ്മളെ